എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് പോളി അഡ്മിഷൻ .org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ 2025-26 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകളോ മറ്റ് കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നും അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ അത് എന്തൊക്കെ എഡിറ്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആ ഒരു എഡിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ജൂൺ 21 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കാം, അതല്ല നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ വിവരങ്ങളാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഉള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലോഡ് ചെയ്യാനായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേജ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ ചോദിക്കുന്ന പ്രകാരമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേജ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാം. ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷനൊന്നും കിട്ടത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് നിങ്ങൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് ലോഡായി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു പേജ് ലോഡാകാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരത്തെ ഉള്ള ആ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ട്രയൽ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓരോ പോളിടെക്നിക് കോളേജിലെയും ട്രയൽ അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ലോഡായി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതും കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പോളിടെക്നിക് അഡ്മിഷൻ, അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ പ്രവേശനം 2025-26 പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2025-26 അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ പ്രവേശനത്തിന് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് www.polyadmission.org എന്നുള്ള അഡ്മിഷൻ പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ജനനത്തീയതിയും നൽകിയ ശേഷം ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നീ ലിങ്കുകൾ വഴി അവരവരുടെ ട്രയൽ റാങ്ക് ലഭിക്കാൻ സാധ്യതയുള്ള അലോട്ട്മെൻറ്റും പരിശോധിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് ഓൺലൈനായിട്ട് ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും അപേക്ഷകളിൽ തിരുത്തൽ നടത്തുന്നതിനും ജൂൺ 21 വരെ അത് നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപേക്ഷകളിൽ എന്തെങ്കിലും തിരുത്തി വരുത്തണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അതിനുള്ള സൗകര്യം ജൂൺ 21 വൈകുന്നേരം 5 മണി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ തിരുത്തലുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നവർ മറ്റ് സംശയ നിവാരണങ്ങൾക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് എന്തെങ്കിലും തിരുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുപോലെ സംശയ നിവാരണങ്ങൾക്കും നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, അതായത് IHRD അല്ലെങ്കിൽ CAP പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അന്തിമമല്ലാത്തതിനാൽ അപേക്ഷന് അന്തിമ റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലോ റാങ്കോ പ്രവേശനമോ ഉറപ്പ് നൽകുന്നില്ല. അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അപേക്ഷന് അന്തിമ റാങ്ക് ലിസ്റ്റ്, അതായത് അന്തിമ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിലോ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലോ റാങ്കോ പ്രവേശനമോ ഉറപ്പ് നൽകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും പരിശോധിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും ഓരോ പോളിടെക്നിക് കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും പോളിടെക്നിക് കോളേജ് അല്ലെങ്കിൽ കോഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയിൽ ഏതൊരു വിവരം എഡിറ്റ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻസ് ഉൾപ്പെടെ എഡിറ്റ് ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 21-ാം തീയതി വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.